അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഹൗ ലാർജ് ഡിഡ് ഗാഡ് ക്രിയേറ്റ് ദ സ്പേസ്? അത് നമുക്ക് ആർക്കും ഒരു തരത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും കണ്ടെത്താനും സാധിക്കുകയില്ല. ദൈവം എന്തുമാത്രം വിശാലമായ ഇടമാണ് പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ആരും തന്നെ ഇതുവരെ അളന്നിട്ടില്ല, ആൾക്കാർ സാധിച്ചിട്ടുമില്ല. അഥവാ കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികരമായ പ്രവൃത്തി എന്ന് പറയുന്നത് ബിയോണ്ട് അവർ കോംപ്രഹെൻഷൻ, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അറിവിനും അതീതമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് അതൊന്നും അളക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അളക്കാനോ ചുരുക്കാനോ വെട്ടിച്ചുരുക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബിയോണ്ട് അവർ കപ്പാസിറ്റി, ബിയോണ്ട് അവർ ഹ്യൂമൻ ബൗണ്ടറീസ് എന്നുള്ള രീതിയിൽ നമ്മളത് മനസ്സിലാക്കണം. അത് ലിമിറ്റ്ലെസ് ആണ്, ബിയോണ്ട് അവർ ടൈം, ബിയോണ്ട് അവർ പെർസെപ്ഷൻ, ബിയോണ്ട് അവർ കോംപ്രഹെൻഷൻ. മറ്റൊരു ചോദ്യം പറഞ്ഞിട്ടുള്ളത്, ഡസ് ദ ചർച്ച് ആക്സെപ്റ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെവിൾ ഓർ ഈവിൾ? സഭ മാത്രമല്ല, മനുഷ്യരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഈ ലോകത്തിൽ തിന്മയുണ്ട്, ആ തിന്മയുടെ ഭർത്താവായ ഡെവിളുണ്ടെന്നുള്ളത്. തിന്മയുടെ ശക്തിയുണ്ട്. അത് ഈശോയുടെ കാലത്ത് നമുക്കറിയാലോ, ഈശോയെ പരീക്ഷിക്കാനും പിശാച് വന്നിട്ടുണ്ട്. അതിനുശേഷം സഭയുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നന്മയ്ക്കെതിരെ സംസാരിക്കാൻ, നന്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ, നന്മയ്ക്കെതിരെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ നമ്മൾ എപ്പോഴൊക്കെ മുതിരുന്നുണ്ടോ അതൊക്കെ അത് ദൈവത്തിൽ നിന്നുള്ള പ്രവണതയല്ല, പ്രചോദനമല്ല, അത് ഈ തിന്മയുടെ ശക്തിയുടെ, ഈ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഈ ഡയബോളോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡെവിൾ എന്ന വാക്കുകളുടെ അർത്ഥം തന്നെ എടങ്കോലിടുന്നവനാണ്, എടങ്കോലിടുന്നവൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഈ ശക്തി ഉണ്ടെന്ന് സഭ അംഗീകരിക്കുന്നുണ്ട്, തിന്മയുടെ ശക്തി ഉണ്ടല്ലോ. പക്ഷേ അത് നമ്മളതിന് വശംവദരാകരുത്, അതിന് നമ്മൾ അടിമകളാകരുത് എന്നും കൂടി സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലാണ് ഇതിന് നമ്മൾ കാണേണ്ടത്. അടുത്തത്, വാട്ട് ഡസ് ദ ചർച്ച് ഡു വെൻ ദേ ആർ നോട്ടിഫൈഡ് ഓഫ് എ ഡെമോണിക് ആക്ടിവിറ്റി ഓർ പ്രസൻസ്? നമുക്കറിയാലോ, പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെ, പ്രബോധനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദാനധർമ്മത്തിലൂടെയൊക്കെ ഈ പൈശാചിക പ്രവർത്തനങ്ങൾക്ക് അതിജീവിക്കാൻ തന്നെയാണ് സഭ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ശക്തിയുണ്ട്, ആ ശക്തി അതിജീവിക്കാൻ വെറുതെ എന്തെങ്കിലും ചെയ്താൽ പോരാ, അതിന് ആ ശക്തിയെ തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപവാസവും പ്രാർത്ഥനയും മറ്റ് പ്രായശ്ചിത്തങ്ങളും ദാനധർമ്മമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് സാധിക്കും. പിന്നെ നമുക്കറിയാം, സഭയ്ക്കിപ്പോൾ എക്സോർസിസം ഒക്കെ വഴിയായിട്ടൊക്കെ പ്രത്യേക കാരിസം ഉള്ളവർക്ക് പ്രത്യേക അനുവാദം സഭാ നേതൃത്വത്തിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ അവരൊക്കെ ഒഴിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ഫാക്കൽറ്റി കൊടുക്കുന്ന സിസ്റ്റം സഭയിലുണ്ട്. അതെല്ലാവർക്കും കൊടുക്കില്ല, അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രാവീണ്യമുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് സഭ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കൊടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഈ എക്സോർസിസം അല്ലെങ്കിൽ ഭൂതോച്ചാടനം എന്ന് പറയുന്നത്. അത് സഭ എല്ലാവർക്കും ജനറലായിട്ട് കൊടുക്കില്ല, സെലക്റ്റീവായിട്ട് അതിന് പറ്റുന്നവർക്ക് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കുന്ന പ്രത്യേക ഫാക്കൽറ്റിയാണ്. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള രീതിയിൽ പൈശാചികമായ തട്ടിപ്പിലൊക്കെ പെട്ട് കഴിയുന്ന ആളുകളെയൊക്കെ സുഖപ്പെടുത്താനായിട്ട് സഭ നിർദ്ദേശിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും സഭയിലുള്ള സംവിധാനമാണ്. മറ്റൊരു ചോദ്യം പറഞ്ഞിരിക്കുന്നത്, ആ ഡെമോണിക് പ്രസൻസ് സെറ്റ് ടു ബി റിയൽ ഓർ ഫേക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഉത്തരം. ഡെമോണിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡെമോണിക് പ്രസൻസ് ഉണ്ട്. കാരണം തിന്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് ഈ പിശാച് അല്ലെങ്കിൽ ഡെവിൾ എന്നൊക്കെ പറയുന്ന യാഥാർത്ഥ്യം. അത് ഉണ്ട് എന്നുള്ള സത്യമാണ്, അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും നമുക്ക് ദൈവം തരും. നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കാനൊക്കെയുള്ള കഴിവ് നമുക്ക് തരും.